ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഇന്നൊരു കുളം പറ്റിക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തുമ്പക്കുളം എന്ന് പറയുന്ന ഒരു കുളമാണ്. ആ കുളത്തിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരും എല്ലാം തുമ്പക്കുളം എന്ന് തന്നെയാണ്. പണ്ട് ഈ സ്ഥലത്തൊക്കെ പാടമായിരുന്നു, ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് തുമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ പാടത്തിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു കുളമുണ്ട്, അതാണ് തുമ്പക്കുളം. ഈ തുമ്പക്കുളം എല്ലാ വർഷവും വേനൽ വരുന്ന സമയത്ത് ഇവർ പറ്റിക്കുമ്പോൾ ഇഷ്ടംപോലെ മീനെ കിട്ടും. നല്ല ടേസ്റ്റായി ഈ കുളത്തിലെ മീൻ കേട്ടോ. മറ്റേ അഴുക്കുകളൊന്നും വന്ന് ചേരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് മീനിന് നല്ല രുചിയാണ്. അതുകൊണ്ട് ഈ പൈപ്പ് വഴിയാണ് ഇവർ വെള്ളം പറ്റിച്ച് വേറെ കുളത്തിലോട്ട് ഒഴിക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു കുറേ നേരമായി ഇത് പറ്റിക്കാൻ തുടങ്ങിയിട്ട്. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാവരും ഇറങ്ങി മീനെ പിടിക്കുക കേട്ടോ. എല്ലാവരും ചേറിനകത്ത് കിടന്ന് കുളിച്ച് മീനെ പിടിച്ച് ഉണ്ടാവും. കോരയൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മുള്ളുള്ള കോരയാണ്. അതിൻ്റെ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വേദന കേട്ടോ. ഈ കോരയൊക്കെ പൊരിച്ച് കഴിക്കാൻ സൂപ്പറാണ്. നല്ലോണം വലിയതായിട്ടുള്ള കോര ഉണ്ടല്ലോ, ആ കോര എണ്ണയിലിട്ട് പൊരിച്ചാൽ സൂപ്പറാണ് കഴിക്കാൻ. കുറേ വരാലിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് കേട്ടോ. അല്ലാണ്ട് കൊച്ചു പിള്ളേരുണ്ടോ മീനെ എടുത്തിട്ട് എറിയുന്നു, താഴോട്ട് എറിഞ്ഞ് ഓരോന്നിനായിട്ട് പിടിച്ചിട്ട് എറിയുക അവന്മാർ കേട്ടോ. അവന്മാർക്കൊരു രസം ഉണ്ട്, അവന്മാർക്ക് എൻജോയ്മെൻ്റ് അത്. ചെളിക്കകത്ത് കിടന്ന് ഉരുളും എല്ലാവരും കൂടെ. അങ്ങനെ എറിഞ്ഞ് ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ. ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് തോന്നുന്നത്. ഇവർ ശരിക്കും ഈ മീനെ ഈ കുളം ലേലത്തിൽ പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ മീനെ വിൽക്കുക അവർ ചെയ്യുക കേട്ടോ. മീന് വരാലിന് 600 രൂപയും കോരയ്ക്ക് 400 രൂപയൊക്കെയാണ് കേട്ടോ. വലിയൊരു വരാലിനെ കിട്ടി. ഞങ്ങൾ മേടിച്ചായിരുന്നു കുറച്ച് വരാലിനുണ്ടാവും. ഒരു 2 കിലോയ്ക്ക് അടുത്തുള്ള ഒരു വരാലിന്, വലിയ വരാലിനെ കിട്ടി കേട്ടോ. അതാ ഞങ്ങൾ മേടിച്ച വരാലായത്. നല്ല വരാലായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ച വരാൽ. ഈ വരാൽ ഇച്ചിരി വലിപ്പമുണ്ട്, ഏകദേശം 1.5 കിലോയ്ക്ക് അടുത്തുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് കോരയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കോരയെല്ലാം വെള്ളത്തിൽ കിടന്ന് തുള്ളിക്കളിക്കുന്നു. വെള്ളത്തിൽ നിന്ന് ഇതങ്ങ് ചാടി വെളിയിൽ പോകും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ ഇതങ്ങ് വെളിയിൽ ചാടിപ്പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വരാലിനെ ക്ലീൻ ചെയ്യാം. അത് ഇച്ചിരി പാടുള്ള പരിപാടിയായി വരാലിനെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നല്ലോണം ഇതിൻ്റെ ചെതുമ്പലൊക്കെ എടുത്തിട്ട് നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ ഇരിയണം. എന്നിട്ട് വേണം നമ്മളതിനെ കറി വെക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ 2 സൈഡിലും എന്ത് ചെയ്യണം, ഇതുപോലെ പിച്ചാത്തി കൊണ്ട് പിടിച്ചിട്ട് 2 സൈഡും ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. ഇങ്ങനെ മുറിച്ച് 2 സൈഡും മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തൊലി ഉരിഞ്ഞെടുക്കണം. ഇങ്ങനെ അപ്പുറം കുറച്ച് 2 വരയിടണം. വരയിട്ടിട്ട് നമ്മൾ പയ്യെ അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കറിക്ക് ആവശ്യത്തിന് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ കറി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.